ഇനി CPM പുറത്തുവിടുന്നത് കെട്ടിച്ചമച്ച കണക്കുകളായിരിക്കുമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. CPM-ലേക്ക് എന്ന വാർത്ത തരൂർ തന്നെ നിഷേധിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഉന്നയിച്ച ആരോപണങ്ങൾ ഇത് പുതുതായിട്ടല്ല കേരള പൊതുസമൂഹം അറിയുന്നത്. നേരത്തെ ഈ വിഷയം CPM-ൽ പുകഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പാർട്ടി നേതൃത്വം തന്നെ പറയുന്നു അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചിരുന്നുവെന്ന്. അന്വേഷണ കമ്മീഷനെ നിയോഗിക്കണമെങ്കിൽ തന്നെ ഒരാരോപണം ഉയരണമല്ലോ. അപ്പൊ രക്തസാക്ഷി ഫണ്ട് തിരിമറി സംബന്ധിച്ച് ഗൗരവമേറിയ ഒരാക്ഷേപം CPM-ന്റെ നേതൃത്വത്തിന്റെ ശ്രദ്ധയിലുണ്ടായിരുന്നു. ആ വിഷയവുമായി ബന്ധപ്പെട്ട് കുഞ്ഞീഷിന്റെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി സ്ഥാനം ഉൾപ്പെടെ അദ്ദേഹം ഒഴിഞ്ഞ് മാറി നിന്നതാണ്. അദ്ദേഹത്തെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അത് വിജയിച്ചില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വിശ്വസനീയമാണ്, തർക്കരഹിതമാണ്. അതൊരിക്കലും CPM നേതൃത്വം അംഗീകരിക്കുമെന്ന് കരുതേണ്ടതില്ല. ഗുരുതരമായ ക്രമക്കേടും പണാപഹരണവും നടന്നിട്ടുണ്ട്. അത് പാർട്ടിയുടെ അന്വേഷണ റിപ്പോർട്ട് ആരന്വേഷിച്ചു? TP ചന്ദ്രശേഖരൻ വധക്കേസ് അന്വേഷിച്ചു എന്ന രൂപത്തിലാണോ ഈ അന്വേഷണം നടത്തിയത്? എന്താണ് അന്വേഷണ റിപ്പോർട്ട്? പാർട്ടിക്കകത്ത് മാത്രം ഒതുങ്ങുന്നതാണോ ഈ ധനാപഹരണം? ഇപ്പൊ കുഞ്ഞേഷിനെ പോലുള്ള ഒരാള്